വെൽക്കം ടു കൊണ്ടാട്ട ബ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി രാവിലെ ഒരു 15 മിനിറ്റിൽ നമുക്ക് അപ്പം ഉണ്ടാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ അതൊരു എളുപ്പമായിട്ടുള്ള പണിയല്ലേ. കാരണം രാത്രി കലക്കി വെക്കിയ കാര്യങ്ങൾ ഒന്നും വേണ്ട, രാവിലെ തന്നെ നമുക്കൊരു 15 മിനിറ്റിൽ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ തരിയായിട്ടുള്ള ഈസ്റ്റാണ് എന്നുണ്ടെങ്കിൽ അത് ഇളം ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ലയിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇളം ചൂടുവെള്ളം. ഒരിക്കലും തിളച്ച വെള്ളം ചേർക്കരുത്, അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. കാരണം നമ്മുടെ ആ പൊടി വെന്ത് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇളം ചൂടുവെള്ളം ചേർക്കണം എന്ന് കേട്ടോ. ഇനി ഒട്ടും ഒരു തരി കട്ട പോലും ഇല്ലാതെ നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പും പിന്നെ ഒരു 2-3 ടീസ്പൂൺ വെള്ളം കൂടിയാണ് കേട്ടോ എക്സ്ട്രാ ചേർത്തേക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ചേർക്കരുത്, കാരണം അല്ലെങ്കിൽ നമ്മുടെ പാലപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. ഭയങ്കര ലൂസായി കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ കൂടി അരയ്ക്കാനുണ്ട്. അപ്പോൾ ഇനി ഇതാ ഒരു മിക്സിൻ്റെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മളിതാ തയ്യാറാക്കി വെച്ച് അപ്പം തന്നെ ഉണ്ടോ, അല്ലാണ്ട് കുറച്ച് നേരം ഇത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു നമ്മളിപ്പോൾ അരിപ്പൊടിയും ഈസ്റ്റും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടില്ലേ, അത് നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ചോറാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പോളം ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് കുറുക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുറുക്കി ചേർക്കാം. പക്ഷെ അത് വീണ്ടും നമുക്ക് പണി കൂടുതലാണ്. അപ്പോൾ നമ്മളെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് ഈസി ആയിട്ടല്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 1/4 കപ്പ് നമ്മുടെ ചോറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നിങ്ങൾക്കൊരു 3 ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാലപ്പത്തിന് ആ ഒരു മധുരം കൂടി വരുമ്പോൾ നല്ല രസമാണ്. നമ്മുടെ ഇഷ്ടത്തിൻ്റെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാണ് വെളിച്ചെണ്ണ ചേർക്കണേന്ന്. അതായത് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ അപ്പം ഇരിക്കാനും അതേപോലെ നല്ല രുചിയും കൂട്ടുന്ന ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ തേങ്ങ ചേർക്കുന്നില്ല, നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല, ഇതൊന്നും ചേർക്കുന്നില്ല. പക്ഷെ നമ്മുടെ അപ്പം നല്ല അടിപൊളിയായിരിക്കും. ഇനി നമുക്കിത് നല്ല പോലെ മിക്സിയിൽ അടിച്ചങ്ങ് എടുക്കാം. നമ്മുടെ ചോറും ഇതും എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി അങ്ങ് എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഫെർമെൻറ്റേഷൻ നടക്കാനായിട്ട് സ്ലോ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പിടാത്തത് കേട്ടോ. അപ്പോൾ നമ്മളിനി അത് നേരത്തെ എടുത്ത് വെച്ച ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ എടുത്തിപ്പോൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ നല്ല അടിപൊളിയായിട്ട് പൊന്തി കിട്ടും കേട്ടോ. പക്ഷെ നമുക്കിത് പെട്ടെന്ന് വേണ്ടേ, രാവിലെ തന്നെ നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് മറന്നു പോവാണ് രാത്രി ചെയ്ത് വെക്കാനായിട്ട്. കാലത്ത് എന്തുണ്ടാക്കും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എളുപ്പത്തിൽ പൊന്തി കിട്ടാനുള്ള ഒരു കിടിലനായിട്ടുള്ള സൂത്രമാണ് ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു കാസ്ട്രോൾ എടുക്കുക. കാസ്ട്രോളിലേക്ക് നല്ല തിളച്ച വെള്ളം അങ്ങ് ഒഴിക്കുക. ഒഴിച്ചിട്ട് അപ്പം തന്നെ ഇത് അടയ്ക്കാം. അടച്ചിട്ട് ഒരു 3-4 സെക്കൻഡ് നല്ല ടൈറ്റായിട്ട് അടച്ചങ്ങ് കാസറോൾ അങ്ങ് വെക്കാം കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറക്കുക. ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ആ ചൂടുവെള്ളം നമ്മൾ കളഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മുടെ മാവിനെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം. ഒഴിച്ചിട്ട് അപ്പം തന്നെ അടച്ചങ്ങ് വെക്കാം. ഇത് ഒരു മെത്തേഡാണ്. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കർ എടുക്കുക. കുക്കർ എടുത്തിട്ട് ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ വെള്ളം എടുക്കുക. അതേമാതിരി നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. അതിൻ്റെ മേളിൽ നമ്മുടെ ഈ മാവ് വേറൊരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ട് അടച്ചങ്ങ് വെക്കാം. അപ്പോഴും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ല പോലെ മാവ് പതഞ്ഞങ്ങ് പൊങ്ങി അങ്ങ് വന്നോളൂ കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നോക്കിയാൽ നല്ല നല്ല സുഷിരങ്ങളും കുമിളകളും ഒക്കെ ആയിട്ട് നമ്മുടെ മാവ് നല്ല പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതായത് കോരി ഒഴിച്ച് ചുട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് നമ്മളിനി ഉപ്പ് ചേർക്കാൻ പോകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉപ്പ് നമ്മൾ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം ഒരുപാടാവും. അതിനെ ശരിക്കും പറഞ്ഞാൽ ഫെർമെൻറ്റേഷന് സഹായിക്കാത്ത ഒരു സാധനമാണ് കേട്ടോ ഉപ്പ്. ഫെർമെൻറ്റേഷൻ നല്ലപോലെ സഹായിക്കുന്നതാണ് നമ്മുടെ
നമ്മുടെ പഞ്ചസാര. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാരയും ഈസ്റ്റും ഒക്കെ ചേർത്ത് അങ്ങ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇനി നല്ല പോലെ ഉപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിടുക, എന്നിട്ട് മിക്സ് ചെയ്യുക. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ അപ്പച്ചട്ടി എടുക്കുക, ചൂടാക്കുക, കോരി ഒഴിക്കുക, കറക്കി അങ്ങ് എടുക്കുക, ചുട്ടങ്ങ് എടുക്കുക. അപ്പോൾ നല്ലപോലെ മൊരിഞ്ഞും നല്ല എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് നല്ല നിറയെ ഓട്ടകളായിട്ട് ഇതാക്കണ്ടോ, നല്ല സൂപ്പറായിട്ട് കിട്ടും. വെറും 15 മിനിറ്റ് മതി. അപ്പോൾ നമ്മുടെ പണി എളുപ്പമായല്ലോ. നല്ല സൈഡൊക്കെ നല്ല മുരിഞ്ഞ് നല്ല ഓട്ടയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അപ്പമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചേർക്കുന്നതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ അപ്പം ചുട്ടും വേറൊന്നിൻ്റെ മേളിൽ വെക്കുമ്പോൾ അതിനകത്ത് പിടിക്കുകയും അടിഭാഗത്തിൻ്റെ കളറൊക്കെ വരും. ഇതൊന്നും വരില്ല, നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ദിവസം കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കിഡ്സ് മിസ് ശ്രുതി സൈനിങ് ഓഫ്. ബൈ.